എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് 125 സീറ്റ് മതി ഞങ്ങൾക്ക് എന്നാണ്. അത് കിട്ടാനുള്ള സാധ്യതയില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ഗോപാലകൃഷ്ണൻ. ഇപ്പൊ കർണാടകയിൽ 18 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് അവർ ആത്മവിശ്വാസം കൊള്ളുന്നു. 11 സീറ്റ് തെലങ്കാനയിൽ. അപ്പോൾ തന്നെ ആയില്ലേ കഴിഞ്ഞ തവണത്തെ നിന്നുള്ള എത്ര വലിയ വ്യത്യാസം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി കുറഞ്ഞത് 26 സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാനിൽ 10 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. എന്തായാലും 6നും 10നും ഇടയിൽ എന്ന് അവിടുത്തെ മാധ്യമ പ്രവർത്തകരും പറയുന്നു. ഗുജറാത്തിൽ പോലും 2 സീറ്റ്. ഇങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് 100 കടന്ന 110 എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പാടെ മാറിയില്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? നിങ്ങൾ BJP അങ്ങ് തകർന്നടിയും 77 മോഡലിൽ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുപോലെ മോദിക്ക് സംഭവിക്കുന്നൊന്നും ആരും പറയുന്നില്ല. ഒരു 240 സീറ്റ് എന്നുള്ള നിലയിലൊക്കെ BJP എത്തിയാൽ പോലും ഭരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ലേ? നിങ്ങളിങ്ങനെ കൂട്ടി തമിഴ്നാട്ടിൽ 10 കിട്ടും, ഒറീസയിൽ 25 കിട്ടും, മറ്റേ ഒരു സീറ്റ് മാത്രമേ UP യിൽ കിട്ടുള്ളൂ, ബാക്കി 80 സീറ്റും കോൺഗ്രസ് മറ്റേ അഭിലാഷേ ഈ BJPക്ക് 400 സീറ്റ് കിട്ടും, BJPക്ക് 430 സീറ്റ് കിട്ടും. നിങ്ങൾ വിജയം നേടുമെന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം അഭിലാഷിനോട് അല്ല, ഞാനേ വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കാം, വേറെ ഒരു വിദ്വേഷവും ഇല്ല. ഈ 430 സീറ്റ് കിട്ടുമെന്ന് ചൈന പറയുമ്പോഴും 400 സീറ്റ് NDAക്ക് കിട്ടുമെന്ന് മോദി പറയുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് വലിയ അസ്വസ്ഥതയാണല്ലോ. വിഷമാണല്ലോ. അതേ സമയത്ത് 125 സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്ന് നിങ്ങൾ ആഹ്ലാദിച്ച് പറയുന്നുണ്ടല്ലോ. അതിന്റെ ഒരു മാനസിക അവസ്ഥ എന്താ? 125 സീറ്റ് അഭിലാഷിന്റെ മാനസിക അഭിലാഷ് അത് പറയുമ്പോ താങ്കൾക്ക് വലിയ സന്തോഷം. അഭിലാഷ അത് പറയുമ്പോ താങ്കൾക്ക് താങ്കൾ 400 സീറ്റ് അല്ല അഭിലാഷേ 400 സീറ്റ് BJPക്ക് കിട്ടുമെന്ന് പറയുമ്പോ താങ്കൾക്ക് ഒരു ദുഃഖം, 430 കിട്ടുമെന്ന് പറയുമ്പോൾ ദുഃഖം, 125 കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുമ്പോൾ താങ്കൾക്ക് വലിയ സന്തോഷം. അത് ശരിയല്ല സാർ, അതൊരു ശരിയായ രീതിയല്ല. സന്തോഷിക്കാനുള്ള അവകാശം പോലും ഇല്ലേ സാർ? അങ്ങനെ പറയല്ലേ, ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, അങ്ങനെ പറയല്ലേ.